ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 28 ചൊവ്വാഴ്ചയാണ്. മെമ്മോറിയൽ ഡേയോടനുബന്ധിച്ച് US മാർക്കറ്റുകൾക്ക് ഇന്നലെ അവധിയായിരുന്നു. ഇന്നലെ യൂറോപ്യൻ വിപണി തന്നെയായിരുന്നു ഫോക്കസിലുണ്ടായിരുന്നത്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഗവർണിംഗ് കൗൺസിൽ അംഗമായ ഒല്ലി റഹൻ ജൂണിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന സൂചനകൾ നൽകിയതോടെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഉയർന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ FIS സെല്ലിംഗ് വലിയ രീതിയിൽ തന്നെ കുറച്ചിരിക്കുന്നു. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ -2.5 ലക്ഷം ഷോർട്ട്സ് ആഡ് ചെയ്തിരുന്നത് ഇപ്പോൾ അത് 22,000 ലോങ് പൊസിഷനുകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ വന്നത് ഈ വർഷം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സാധാരണയിൽ കവിഞ്ഞ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അത് അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ വാർത്ത തന്നെയാണ്. എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും വരാം. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ സാധാരണയിൽ കവിഞ്ഞ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഫോർകാസ്റ്റ് പ്രകാരം ഈ വർഷം ഇന്ത്യയിൽ സാധാരണ മൺസൂൺ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും സാധാരണ മഴ കൃഷിക്കും മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമാവും. ഇന്ത്യയിലേക്ക് അവസ്ഥ നമുക്ക് അറിയുന്നതാണ്. വലിയൊരു ജനസമൂഹം കൃഷിയെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഈ റിപ്പോർട്ടിൽ പറയുന്നത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ പ്രധാന മൺസൂൺ സീസണിൽ ഉൾപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നും 106% വരെയാണ് മഴ ലഭിക്കുമെന്നും പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ നല്ല മഴ ലഭിക്കുന്നത് അഗ്രികൾച്ചർ അലൈഡ് സെക്ടറുകൾക്ക് വളരെ നല്ലൊരു വാർത്ത തന്നെയാണ്. ഫെർട്ടിലൈസർ കമ്പനികൾ, സീഡ്സ് ആൻഡ് അഗ്രോ കെമിക്കൽ കമ്പനികൾ, ഇറിഗേഷൻ കമ്പനികൾ, അതുപോലെ FMCG, ബാങ്കുകൾ എന്നിവയ്ക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക് ആദ്യം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ 4.5% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. നെറ്റ് പ്രീമിയം ഇൻകത്തിൽ 15.5% വർധനവ് വന്നപ്പോൾ അതർ ഇൻകത്തിൽ ഒരു മൾട്ടി ഫോൾഡ് വർധനവാണ് വന്നിരിക്കുന്നത്. നെറ്റ് കമ്മീഷൻ 2.2% ഇടിയുകയും ചെയ്തു. കമ്പനി ഡിവിഡൻഡായി 6 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത റിസൾട്ട് വന്ന കമ്പനി നാഷണൽ അലുമിനിയമാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 101.4% വർധനവാണ് വന്നിരിക്കുന്നത്. റവന്യൂവിൽ 2.5% ഇടിവ് വന്നിരിക്കുന്നു. മറ്റൊരു കമ്പനി ഡിഷ് TV ആണ്. നെറ്റ് ലോസായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 1989.7 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1720.6 കോടി രൂപ മാത്രമായിരുന്നു നഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ നഷ്ടം കൂടിയിരിക്കുകയാണ്. റവന്യൂവിലും ഇടിവ് വന്നിട്ടുണ്ട്. 19.4% ഇടിവാണ് റവന്യൂവിൽ വന്നിരിക്കുന്നത്. മറ്റൊരു കമ്പനി ബൊറോസിൽ റിന്യൂവബിൾസ് ആണ്. കഴിഞ്ഞ വർഷം 10.5 കോടി രൂപ ലാഭത്തിലായിരുന്ന കമ്പനി ഈ വർഷം റിപ്പോർട്ട് ചെയ്ത് നഷ്ടമായിരുന്നു. നെറ്റ് ലോസായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 53.3 കോടി രൂപയാണ്. റവന്യൂവിലും ഇടിവ് വന്നിട്ടുണ്ട്. 8.4% ഇടിവാണ് വന്നിരിക്കുന്നത്. ഒരു മോശം റിസൾട്ട് തന്നെയാണ് കമ്പനി കാഴ്ചവെച്ചത്. മറ്റൊരു കമ്പനി നാറ്റ്കോ ഫാർമയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 40% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 19% വർധനവും വന്നിരിക്കുന്നു. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് ടിംകൻ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടതാണ്. മാതൃസ്ഥാപനമായ ടിംകൻ സിംഗപ്പൂർ, ടിംകൻ ഇന്ത്യയിലെ 1775 കോടി രൂപ വിലമതിക്കുന്ന 6.6% ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്തത് അദാനി എനർജി സൊല്യൂഷൻസ്. QIPയോ മറ്റ് അനുബന്ധ മോഡുകൾ വഴിയോ 12,500 കോടി രൂപ വരെ ഫണ്ട് സമാഹരിക്കാൻ കമ്പനി ബോർഡ് അംഗീകാരം നൽകി. ഇന്ന് ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരു ദിവസമാണ്. ഏകദേശം 440 കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അമർ രാജ ബാറ്ററീസ്, ആസ്റ്റർ DM, എക്സികോം ടെലി സിസ്റ്റംസ്, IRCTC തുടങ്ങിയവയാണ്. ഇന്ന് വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ F&O സെഗ്മെന്റിൽ ബാൻ ആയിട്ടുള്ളൂ. അവ ബയോകോൺ, GNFC, ഹിന്ദുസ്ഥാൻ കോപ്പർ, വോഡാഫോൺ ഐഡിയ, പിരാമൽ എന്റർപ്രൈസസ് തുടങ്ങിയ കമ്പനികളാണ്. ഇനി നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും. നമ്മൾ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ധാരാളം സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. അത്തരം സ്റ്റോക്കുകളെ കുറിച്ചും അതുപോലെ നമുക്ക് സംശയമുള്ള സ്റ്റോക്കുകളെ കുറിച്ചും ഒക്കെ നമുക്ക് അവിടെ സൂപ്പർ ചാറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആരും നമ്മുടെ സൂപ്പർ സെഷൻ മിസ് ചെയ്യാതിരിക്കുക. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുന്നില്ല, രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് ലഭിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ജൂൺ 15-നാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ മീറ്റപ്പ് ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ആ എഡ്യൂക്കേഷണൽ മീറ്റപ്പിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടു താഴെ ഇവിടെ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. ആ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.
ഇന്നലത്തെ ഹൈലൈറ്റ്സിലേക്ക്. സെൻസെക്സും നിഫ്റ്റിയും പുതിയ ഓൾ ടൈം ഹൈ ലെവലിലെത്തി. നിഫ്റ്റി 23,111 എന്ന ഓൾ ടൈം ഹൈ ലെവലിലാണ് ഇന്നലെ ടച്ച് ചെയ്തത്. നല്ല നേട്ടത്തിലായിരുന്ന വിപണികൾ ഫിനാൻഷ്യൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലുണ്ടായ അവസാന മണിക്കൂറിലെ സെല്ലിംഗ് ആണ് ഇത്തരത്തിൽ ഒരു ഇടിവിലേക്ക് മാർക്കറ്റിനെ കൊണ്ടെത്തിച്ചത്. വിപ്രോ, സൺഫാർമ, M&M എന്നിവ നഷ്ടമുണ്ടാക്കിയപ്പോൾ ഇൻഡസിൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബജാജ് ഫിനാൻസ് എന്നിവ നേട്ടമുണ്ടാക്കുകയും ചെയ്തു. നിഫ്റ്റിയിലേക്ക് 23,000 എന്ന ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നലെയും കണ്ടു. അതുകൊണ്ട് 23,000 ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് തന്നെ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഷോർട്ട് ടേമിലേക്ക് നിഫ്റ്റി ഇപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതുകൂടാതെ റൈസിംഗ് ചാനലിന്റെ അപ്പർ ബാൻഡായ 23,125 അടുത്ത് വരെ ഇന്നലെ എത്തി. അതിനുശേഷമാണ് ഇന്നലെ റിവേഴ്സ് ചെയ്തത്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം 23,000 മുകളിൽ നിഫ്റ്റിക്ക് ഈ ആഴ്ച ക്ലോസ് ചെയ്യാൻ സാധിക്കുമോ എന്നതാണ്. കാരണം ഈ വ്യാഴാഴ്ചയാണ് മന്ത്ലി F&O എക്സ്പയറി ഉള്ളത്. അതുകൂടാതെ ഈ ശനിയാഴ്ചയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. എന്നാൽ മറ്റൊരു വലിയ പോസിറ്റിവിറ്റി ഉള്ളത് തുടർച്ചയായ 11ാമത്തെ ദിവസവും ഹയർ ഹൈ ഫോർമേഷൻ തന്നെയാണ് നിഫ്റ്റിയിലുള്ളത്. ഇനി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നു. അതൊരു കൺസോൾട്ടേഷന്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാനും കഴിയും. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,900 തുടർന്ന് 22,800 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,950 6% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ചെറിയ ഒരു ലോങ് ബിൽഡപ്പാണ്. എന്നാൽ പുട്ട് സൈഡിൽ 19% വർധനവുണ്ട്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. അടുത്തത് 22,900 സ്ട്രൈക്കിൽ 9% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ വെറും 4% മാത്രം വർധനമാണ് കോൾ സൈഡിലുള്ളത്. ഷോർട്ട് ബിൽഡപ്പാണ്. 23,000 സ്ട്രൈക്കിൽ കോൾ സൈഡിൽ 3% ഇടിവാണ്. ഒരു ഷോർട്ട് കവറിംഗ് ആ സ്ട്രൈക്കിൽ നടക്കുന്നു. 6% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 23,500 സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 23,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 23,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500. ഡേ ക്യാൻഡിൽ വലിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,281 310 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 49,600 നല്ല റെസിസ്റ്റൻസ് ഉള്ളത്. ആ ലെവലിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ താഴേക്ക് വന്നത്. ഈ 49,600 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 50,000 എന്ന മാർക്കൊക്കെ ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഡൗൺ സൈഡിൽ 49,000 തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് കോൾ സൈഡിൽ 50,000 അതിനുശേഷം 51,000 അതിനുശേഷം 49,500 പുട്ട് സൈഡിൽ 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000 ഇന്ത്യ വിക്സിലേക്ക്. ഇന്ത്യ വിക്സ് 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 6.83% ഉയർന്ന് 23.19 എന്ന നിലയിലാണ്. മെയ് 25, 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് ഉള്ളത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്ക്. ആദ്യം RR കേബിൾ ലിമിറ്റഡ് സ്വിംഗ് സെഗ്മെന്റിൽ മെയ് 17 നമ്മൾ 1778 എൻട്രി എടുക്കുന്നത്. 1901.9 വരെയാണ് അപ്പായത്. 6.5% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകളിലേക്കാണ്. ബാലാക്സി ഫാർമ ഇൻട്രാഡേയിൽ 698 എൻട്രി എടുത്തു. 734 വരെയാണ് അപ്പായത്. 4.9% ഏകദേശം 45 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഗ്രീൻ ലാംപ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. ഇൻട്രാഡേയിൽ 638 നിന്നും 662 വരെ സ്റ്റോക്ക് അപ്പായി. 3.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചിരുന്നു. പിന്നീട് സ്റ്റോക്ക് ഡൗൺ ആവുകയുണ്ടായി. അടുത്തത് യൂക്കോ ബാങ്ക് ആണ്. ഇൻട്രാഡേയിൽ 60.25 എൻട്രി എടുത്തു. 61.9 വരെ അപ്പായി. 2.7% ഇൻട്രാഡേയിൽ മാത്രം നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് അദാനി എന്റർപ്രൈസ് ആയിരുന്നു. ഫെബ്രുവരി 19 3,307 എൻട്രി എടുത്തു. 3,450 വരെയാണ് അപ്പായത്. 4% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് MTAR ടെക്നോളജീസ് ആയിരുന്നു. ഫെബ്രുവരി 22 2,060 എൻട്രി എടുത്തു. 2,200 വരെയാണ് അപ്പായത്. 6.3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആയിരുന്നു. മാർച്ച് 5 എൻട്രി എടുക്കുന്നത്. 65.35 ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്
72.5 ആയിരുന്നു. 75.5 വരെയാണ് സ്റ്റോക്ക് അപ്പ് ആയത്. നല്ല പ്രോഫിറ്റാണ് സ്റ്റോക്കിൽ ലഭിച്ചത്. അടുത്തത് JBM ഓട്ടോ ആയിരുന്നു. ഏപ്രിൽ 29-നും മെയ് 2-നുമാണ് എൻട്രി എടുക്കുന്നത്. 1975-ൽ 2142 വരെയാണ് അപ്പായത്. ഏകദേശം 7.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ധാരാളം സ്റ്റോക്കുകൾ നല്ല പ്രോഫിറ്റിലേക്കും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതുമായ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് HFCL ലിമിറ്റഡ് ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 106 രൂപയാണ്. ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് ഫസ്റ്റ് ടാർഗറ്റ് 112-ഉം സെക്കൻഡ് ടാർഗറ്റ് 115-ഉമാണ്. സ്റ്റോപ്പ് ലോസ് 10 മുതൽ 15% വരെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. ഈ പറഞ്ഞ സ്റ്റോക്കിന്റെ പേര് ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ സ്വന്തമായ അനാലിസിസിന് ശേഷം ടെക്നിക്കലും ഫണ്ടമെന്റലും അനാലിസിസിനൊക്കെ ശേഷം നിങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIIs ഇന്നലെ 541 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIs ആവട്ടെ 922 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIIs സെല്ലിംഗ് ഒക്കെ വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട് എന്ന് കാണാം. ഈ മാസം തുടക്കത്തിൽ FIIs 6000 കോടി രൂപയ്ക്കൊക്കെ ആയിരുന്നു സെല്ല് ചെയ്തിരുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ വളരെയേറെ അവർ സെല്ലിംഗ് കുറച്ചിരിക്കുന്നത്. അത് നമുക്ക് ഗുണകരം തന്നെയാണ്. US മാർക്കറ്റുകൾ ഇന്നലെ US മാർക്കറ്റുകൾ മെമ്മോറിയൽ ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ അവധിയായിരുന്നു. അതുകൊണ്ട് US മാർക്കറ്റുകൾ ഇന്നലെ ഓപ്പൺ ആയിരുന്നില്ല. ഈ ആഴ്ച അവസാനം പുറത്തു വരുന്ന US ഇൻഫ്ലേഷൻ ഡാറ്റ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്ന ഒരു ഡാറ്റ. സോഫ്റ്റ്വെയർ ഇൻഫ്ലേഷൻ ഡാറ്റകൾ പുറത്തു വന്ന മെയ് മാസം ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യാനാണ് US മാർക്കറ്റുകൾ ഒരുങ്ങുന്നത്. ഇനി ഇന്നത്തെ ഡാറ്റ നോക്കിയാൽ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇനി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US-ന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.10% ഇടിവിലും S&P 500 0.16% ഇടിവിലും നാസ്ഡാക്ക് 0.29% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ UK മാർക്കറ്റ് FTSEക്ക് ഒരു ഹോളിഡേ ആയിരുന്നു. മറ്റ് മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.46% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.44% നേട്ടത്തിലും സ്റ്റോക്ക് 600 0.28% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. യൂട്ടിലിറ്റീസ് 1.1% ഉയർന്നു. ഓട്ടോ സെക്ടർ 0.96% ഉയരുകയും ചെയ്തു. ഇന്നലെ യൂറോപ്പിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ 2 പ്രധാന വ്യക്തികൾ ജൂണിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള ആശയത്തെ പിന്തുണച്ചു. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഗവേണിംഗ് കൗൺസിൽ അംഗമായ ഒല്ലി റഹൻ പണപ്പെരുപ്പം തങ്ങളുടെ 2% ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്നും ഒരു റേറ്റ് കട്ടിലേക്ക് പോകാവുന്ന ശരിയായ സമയമാണ് എന്നും പറയുകയുണ്ടായി. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ചീഫ് എക്കണോമിസ്റ്റായ ഫിലിപ്പ് ലെയ്നും ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യങ്ങൾ അനുകൂലമാണ് എന്ന് പറയുകയുണ്ടായി. ഇതോടെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ജൂണിൽ ഒരു റേറ്റ് കട്ടിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.12% ഇടിവിലും CAC 0.11% ഇടിവിലും FTSE 0.12% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇന്നലെ US-ഉം UK വിപണിയും അവധിയായതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ല. പക്ഷേ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ജൂണിൽ ഒരു റേറ്റ് കട്ട് കുറയ്ക്കും എന്ന വാർത്തകൾ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്നു. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,021.50 എന്ന നിലയിലാണ്. 10 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വെച്ച് ഒരു 35 മുതൽ 45 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.19% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.08% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 0.52% നേട്ടത്തിൽ. സിംഗപ്പൂർ മാർക്കറ്റ് 0.21% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ ജൂൺ 2-ന് നടക്കുന്ന ഒപെക് മീറ്റിംഗുകൾക്ക് മുന്നോടിയായി വിപണികൾ ഇന്നലെ ചെറിയ ഒരു പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്തത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $82.87 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.06% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $78.73 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.22% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC തുടങ്ങിയ സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഇത് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.